Hi friends, welcome back to my channel Mr. and Mrs. Dream Travelers. It is me, Leedu John. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഞാൻ പല്ല് തേക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിച്ച് എന്താണെന്ന് പ്രോഗ്രാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. മേക്കപ്പ് അത് ഞാൻ വളരെ വീക്കാണ്. എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വേർത്തൊലിച്ചെല്ലാം പോവും. പിന്നെ എന്തിനാ വെറുതെ മെനക്കിടന്നതെന്ന് വിചാരിച്ചാൽ അതിനൊരുങ്ങാറില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ടച്ചിങ്ങും പാച്ചിങ്ങും ഒക്കെ ചെയ്യും ഞാനും. എൻ്റെ ഏറ്റവും വലിയ റിസ്കി ഫാക്ടറിലൊന്നാണ് എൻ്റെ ഹെയർ കെട്ടുക എന്നത് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ ഒതുക്കി വെക്കണമെന്ന് എനിക്കറിയത്തില്ല. എത്രയൊക്കെ ടൈറ്റായിട്ട് കെട്ടിയാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നൂർന്ന് താഴെ എത്തും. അതുകൊണ്ട് ഇന്ന് ഞാൻ അഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. പൗഡർ മുഖത്തിട്ടിട്ട് തുണി കൊണ്ട് തുടച്ചു കളയുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ ഇപ്പം കണ്ടോ, ഞാൻ പൗഡർ ഇടുന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടി പൗഡർ ഇടും, അത് കഴിഞ്ഞ് ഒരു തുവാല കൊണ്ട് അത് മൊത്തം തുടച്ചു കളയും. ഇതാണ് എൻ്റെ പൗഡർ ജീവിതം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത് തന്നെ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതെല്ലാം. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാകാം. അതെല്ലാം ക്ഷമിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഒരിച്ചിരി ലിപ്സ്റ്റിക്കും കൂടിയൊക്കെ ആവാം അല്ലേ? അതും കൂടിയൊക്കെ ഇട്ടേക്കാം. ഓവറൊന്നുമില്ല, കുറച്ച്. ഈ ചുണ്ടേ തേക്കുന്നതിൻ്റെ ബാക്കിയെടുത്ത് കണ്ണേ തേക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും തേക്കുമോ? ഞാനിങ്ങനത്തെ പല വിക്രസുകളും കാണിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമാണോ അതോ എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ജിജ്ഞാസ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അല്ലേലേ എല്ലാവരും എന്നോട് പറയുന്നത് ഞാനൊരു വെറൈറ്റി പീസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ കാണിച്ചു കൂട്ടലുകളൊക്കെ കാണിച്ച് നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമല്ലേ? ഇത് കണ്ടു കഴിയുമ്പോൾ ഏകദേശം കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും. ഐ എം എ സൈക്കോ സ്റ്റുഡൻറ്റ്. ഞാനൊരു സൈക്കോ ആണെന്നല്ല, ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റാണ്. ഇതെൻ്റെ ലാസ്റ്റ് ഇയർ ആണ്. എൻ്റെ ഡിസർട്ടേഷൻ, അതായത് എൻ്റെ റിസർച്ച് പ്രൊജക്റ്റിൻ്റെ വൈവയാണ് ഇന്ന് നടക്കുന്നത്. അതിന് വേണ്ടി പോകാനാണ് ഈ കൊച്ചു വെളുപ്പാങ്കാലത്തെല്ലാം റെഡിയായി ഒരുങ്ങി ഇറങ്ങുന്നത്. ആർക്കെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. അങ്ങനെ എല്ലാം സെറ്റായി റൂമൊക്കെ പൂട്ടി താഴെ ഇറങ്ങി ഒരു പേരക്കൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിലാക്കി സ്റ്റോക്ക് ചെയ്ത് ബാഗിൽ വെച്ച് നമ്മൾ പോകാനെല്ലാം റെഡിയാക്കി. ചായ ഞാൻ കുടിക്കാറില്ല കേട്ടോ, ഞാനൊരു ചായ വിരോധിയാണ്. എല്ലാം റെഡിയായി പോകാൻ റെഡിയായപ്പോഴാണ് ഇടാനുള്ള ചെരുപ്പ് എടുക്കാൻ മറന്നുപോയത്. അതേപോലെ മുകളിൽ കയറിപ്പോയി വീണ്ടും റൂം തുറന്ന് ചെരുപ്പൊക്കെ എടുത്ത് താഴെ വന്നപ്പോഴാണ് തീവ്രവാദികൾ നിൽക്കും പോലെ ഒരാൾ നിൽക്കുന്നത് കണ്ട്. ഇതാണ് എൻ്റെ മദറിലോ. അമ്മ എന്നെ ബസ് കയറ്റി വിടാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ഇപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പാണ്, നല്ല കോടയും മഞ്ഞും അല്ലേ. തണുപ്പിൽ നിന്നുള്ള സേഫ്റ്റി പ്രിക്കോഷനാണ് അമ്മ എടുത്തേക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ തീവ്രവാദി എന്ന് പറഞ്ഞത്. ഇത്ര രാവിലെ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്നത് ഇഗ്നോയിലാണ്. ഇഗ്നോയിൻ്റെ റീജിയണൽ സെൻറ്റർ വടകരയാണ്. വടകര വെച്ചിട്ടാണ് നമുക്ക് വൈവ എക്സാം നടക്കുന്നത്. പ്രൊജക്റ്റ് റിസർച്ച് എല്ലാം അവിടെ കൊണ്ടാണ് വെച്ചേക്കുന്നത്. കൂടരഞ്ഞിയിൽ നിന്ന്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സമയത്ത് ബസ്സില്ല. അതുകൊണ്ട് കൂടരഞ്ഞിയിൽ നിന്ന് തിരുവമ്പാടിക്ക് വന്ന് അവിടെ നിന്നാണ് 5:45 ബസ്സുണ്ട് കോഴിക്കോടിന്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പാവം അമ്മ തിരുവമ്പാടി വരെ എത്തിയത്തേക്കും തണുത്ത് വിറച്ചിരിക്കുക. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ പോകാനിരുന്ന 5:45 ബസ് എപ്പോഴോ പോയി. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശ്ചര്യത്തിൽ ഞങ്ങൾ ഡിപ്പോയിൽ പോയി ചോദിച്ചപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു ബസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറിയിരുന്ന് അമ്മയ്ക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ബസ്സിൽ അങ്ങനെ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബസ് പോയി. അങ്ങനെ ബസ്സിൽ കയറി മുക്കം എത്തുന്നോടം വരെ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. മുക്കത്തെത്തി അവിടെ ബസ് സ്റ്റാൻഡിൽ കയറുന്നത് വരെ ബോധം ഉണ്ടായിരുന്നു. ഈ കിടക്കുന്നത് കോയമ്പത്തൂർ ബസ്സാണ്. താമരശ്ശേരി ടു കോയമ്പത്തൂർ. മുക്കത്ത് 6 മണിയാകുമ്പോൾ എത്തുന്നത്. വണ്ടി കയറിയാൽ ഉറക്കമാണ് എൻ്റെ മെയിൻ. മുന്നേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാൻ പുതിയ സ്റ്റാൻഡ് എത്തിയായിരുന്നു. അവിടുന്ന് ഈ ബസ് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണമായിരുന്നു. 7:40 വടകരയ്ക്കുള്ള ട്രെയിന്. അങ്ങനെ എസ്കലേറ്ററൊക്കെ കയറി ഇറങ്ങി പ്ലാറ്റ്ഫോമിലെത്തി.
തിയേറ്ററിൽ കൂടെ കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ നടത്തി പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് ഒരു 2 ചോക്ലേറ്റ്, ഒരു ഡാർക്ക് ഫാൻറ്റസി ഒക്കെ വാങ്ങി അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിൻ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എങ്ങനെ അതിനകത്ത് കയറുമെന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി റഷായിരുന്നു ഉണ്ടായിരുന്നത്. ഫുൾ തിരക്ക്. എല്ലാ ഡോറിലും തിരക്കായിരുന്നു. ഫ്രണ്ടിൽ 2 ജനറലും ബാക്കിൽ 2 ജനറലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയോ കഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. സീറ്റൊന്നും കിട്ടിയില്ല. ജനറലായതുകൊണ്ട് നിൽക്കേണ്ടി വന്നു വടകര വരെ. അങ്ങനെ കഷ്ടിച്ച് നിന്ന് വടകര വരെ എത്തി. വടകര ഇറങ്ങി പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു വന്ദേ ഭാരത് പോയത്. പിന്നെ കുറച്ച് നേരം അത് നോക്കി നിന്ന് പിന്നെ മെല്ലെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇറങ്ങി നടന്ന് നമ്മൾ ഫസ്റ്റിലെത്തി. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ വടകര പഴയ സ്റ്റാൻഡിലെത്തും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെല്ലെ ഇറങ്ങി നടന്ന് പഴയ സ്റ്റാൻഡിലെത്തി. ഈ വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഈ ഇഗ്നോ. അതായത് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം, ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. വീട്ടിലിരിക്കുന്നവർക്ക് കോളേജിൽ പോവാതെ വീട്ടമ്മമാർക്ക് പഠിക്കാം. അതിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഇഗ്നോ. ഞാനും ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാരേജ് കഴിഞ്ഞ പിന്നെയാണ് ജോലിയിലേക്ക് പോവാതെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും പഠിച്ചില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നല്ല ചില്ല് വൈബാട്ടോ. ഞാനവിടെ എക്സാമിന് പോയതാണോ അതോ സൊറ പറയാൻ പോയതാണോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമായിപ്പോയി. കാരണം അതുപോലെ വൈബായിരുന്നു. തമാശയൊക്കെ പറഞ്ഞ് സ്ട്രെസ്സെല്ലാം റിലീഫായി. ഇപ്പോൾ പിന്നെ വൈവ എക്സാമിനോടുള്ള പേടിയൊക്കെ പോയി. ഞങ്ങൾക്ക് പ്രാക്ടിക്കലിന് 2 വൈവ എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും സാറ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ആൻസർ പറയാൻ പറ്റി. ഇത് ഞങ്ങളുടെ സ്റ്റഡിയുടെ ലാസ്റ്റത്തെ എക്സാം ആട്ടോ, വൈവ എക്സാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്നാ എല്ലാവരും കൂടെയും കാണാമെന്നറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് മെല്ലെ കോളേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ വൈവ നടത്തിയ സാർ എന്നോട് ചോദിച്ചു, ഞാൻ കോഴിക്കോടുകാരി തന്നെയല്ലേ അതോ കോട്ടയം എറണാകുളം സൈഡാണോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോടുകാരി തന്നെയാണ്, പക്ഷെ എൻ്റെ സംസാര രീതി കോട്ടയം എറണാകുളം പോലെയാണെന്ന് പറഞ്ഞു. എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ കോട്ടയം സൈഡിലുള്ളതാണോ എന്ന്? നമ്മുടെ എക്സാമിനർ കുറച്ച് ഫ്രണ്ട്ലി ആണെങ്കിൽ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ എക്സാം കിട്ടും. അതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ എക്സാം 100% നമുക്ക് വിജയിപ്പിക്കാനും പറ്റും. എനിക്കിന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇതായിരുന്നു എൻ്റെ വൈവയുടെ. ഇതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എൻ്റെ ഇന്ന് ഒരു ദിവസം. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പല പോരായ്മകളും ഉണ്ടാവാം. താങ്ക് യു ഫോർ വാച്ചിങ്.